കർത്താവിൻ്റെ മഹനീയ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവായ യേശുവേ, ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയായാലും ഈ സന്ദേശം അവരെ സമാധാനത്തിലേക്ക് നയിക്കുകയും സ്വഭാവ രൂപീകരണത്തിനും മാറ്റത്തിനും കാരണമാകട്ടെ. ഇവരുടെ അനുഗ്രഹത്തിനും ഈ സന്ദേശം ഇവരെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരാൻ കാരണമായി തീരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ മുഴുവനും കണ്ടാൽ മാത്രമേ നിങ്ങളുടെ ആത്മാവിൻ്റെ വില എത്രയെന്ന് അറിയുവാൻ കഴിയുള്ളൂ. ഇത് മുഴുവനായി കണ്ട അനുഗ്രഹം പ്രാപിക്കുക. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? മത്തായി 16:26. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തൻ്റെ ജീവനെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം എന്ന് യേശു ചോദിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വിലയായി മറുവില എന്താണുള്ളത് എന്ന് ദൈവം ചോദിക്കുന്നു. ലോകത്തിൽ നാം സമ്പത്തുകളോ പലതരം വിജയങ്ങളോ ഉന്നത വിദ്യാഭ്യാസമോ പല മേഖലകളിലും ഒരു വ്യക്തി എന്ന നിലയിൽ ഉന്നതർ ആയിരിക്കാം. ലോകം മുഴുവനും അവരെ പുകഴ്ത്താം. എന്നാൽ ഇതിനൊന്നിനും ഒരു വ്യക്തിയുടെ ജീവാത്മാവിന് തുലനം ചെയ്യുവാൻ വിലയായി മാറുവാൻ കഴിയുമോ? ഈ ലോകത്തിലെ ഭൗതികമായ ജീവിതം താൽക്കാലികം മാത്രമാണെന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്. നാം ഉന്നതരായാലും രാജാവായാലും സാധുക്കളായാലും നമ്മുടെ ഭൗമിക ജീവിതം ഈ ഭൂമിയിൽ ഒരിക്കലും സ്ഥിരമുള്ളതല്ല. ഈ ഭൂമിയിലെ ജീവിതം മനുഷ്യനൊരു വാടക പ്ലേസ് മാത്രമാണ്. എന്നാൽ നമ്മുടെ ജീവാത്മാവ് നിത്യമായി ജീവിക്കുന്നതുമാണ്. അപ്പം നമ്മുടെ ആത്മാവിന് മരണവും ഇല്ല. അപ്പം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആത്മീയ മരണമെന്ന് പറയുന്നത്. അപ്പം ഈ നമ്മളുടെ ആത്മാവിന് വേണ്ടി നാം എത്രമാത്രം ജോലി ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന് ഈ ലോക ജീവിതങ്ങൾക്ക് വേണ്ടി നാം ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. നമ്മുടെ ജീവാത്മാവിനെ എത്രമാത്രം കാത്ത് പരിപാലിക്കേണ്ടതായിട്ടുണ്ടെന്ന് നാം ആദ്യം അറിയണം. മനുഷ്യരുടെ ജീവിതം മനുഷ്യനെന്ന് പറയുന്നത് ഉന്നതമായ വില ഉയർന്നവരാണ്. അവരുടെ ജീവന് വില ഉയർന്നതാണ്. സർവവും ഭൂമിയിൽ നേടിയാലും നമ്മുടെ ജീവാത്മാവിന് തുല്യമായി ഒന്നും വരികയില്ല. ഈ ആത്മാവിനെ രക്ഷിക്കുകയും കാത്തു പരിപാലിക്കുക എന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് നാം എത്ര പേരാണ് ചിന്തിക്കുന്നത്? ആത്മാവല്ലെങ്കിൽ ജീവൻ നമുക്ക് ദൈവം നൽകിയ വില ഉയർന്ന ഒരു സമ്മാനമാണ്. ഈ സമ്മാനത്തെ എങ്ങനെ കാത്തു പരിപാലിക്കാൻ സാധിക്കും? ഇതിനെ കാത്തു പരിപാലിക്കാനാണ് നമുക്ക് ദൈവം ജീവൻ നൽകി. ഈ ജീവനെ ദൈവത്തിൻ്റെ കരത്തിൽ ഒരു നാൾ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ സമയം വരെ ഈ ആത്മാവിനെ നമ്മൾക്കറിയോ കളങ്കവുമില്ലാതെ കാത്തു പരിപാലിച്ച് ദൈവസന്നിധിയിൽ പോയി എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതിനാണ് നമ്മൾക്ക് ഈ ദൈവവചനം, ബൈബിൾ കാര്യങ്ങളും ദൈവകാര്യങ്ങളൊക്കെ ദൈവം കൽപ്പനകൾ തരികയും വചനത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആത്മാവ് വളരെ വില ഉയർന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ദൈവത്തിന് പ്രിയങ്കരനും ആണ്. നമ്മുടെ ഹൃദയം ശുദ്ധീകരണം എത്ര അത്യാവശ്യമായ കാര്യമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശുദ്ധീകരണത്തിലൂടെ മാത്രമേ ദൈവപ്രകാശത്തിലേക്ക് മനുഷ്യ ജീവൻ കടക്കുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് ലൂക്ക് 16-ാം അധ്യായം നോക്കാം. 22 മുതൽ 23 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ സുവിശമായി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചുമന്ന പട്ടും മൃദുല വസ്ത്രവും ധരിച്ച് സന്തോഷവാനും ആനന്ദിക്കുന്നവനുമായിരുന്നു. എന്നാൽ അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാൻ ഭക്ഷിച്ചിരുന്ന മേശയിൽ നിന്നും വീണിരുന്ന ആ അപ്പകഷ്ണങ്ങൾ കൊണ്ട് ജീവൻ നിലനിൽക്കുവാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണം നക്കിയിരുന്നു. ഒരു ദിവസം ആ ദരിദ്രൻ മരിച്ചുപോയി. അവൻ്റെ ജീവൻ അബ്രഹാമിൻ്റെ മടിയിലേക്ക് സംവഹിക്കപ്പെട്ടു. മറ്റൊരു ദിവസം ഈ ധനികനും മരിച്ചു അടക്കപ്പെട്ടു. ധനികൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുയർത്തി അവൻ മുകളിലേക്ക് നോക്കി.
അബ്രഹാത്തിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് ധനവാൻ കണ്ടു. അവൻ അവിടെ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവു തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രഹാത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, മകനേ, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും നീ അനുഭവിച്ചു. എന്നാൽ ലാസർ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ചു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ ധനവാൻ പറഞ്ഞു, എനിക്കിനി 5 സഹോദരന്മാർ ഉണ്ട്. അവരും ഞാൻ കിടക്കുന്ന ഈ പീഡയുടെ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് ലാസറിനെ എൻ്റെ പ്രതിഭവനത്തിലേക്ക് പറഞ്ഞയക്കണമേ. മരിച്ചവരിൽ ഒരുവൻ പോയി പറഞ്ഞാൽ അവർ അനുതപിക്കും. പ്രിയപ്പെട്ടവരെ, സ്വർഗവും നരകവും ഉണ്ടെന്ന് ഈ വചനത്തിൽ കൂടെ നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നു. അബ്രഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാകില്ല. അപ്പം ഈ ധനവാൻ ലാസറിൻ്റെ കഥ യേശുവാണ് പറഞ്ഞത്. അപ്പം ഇവിടെ ദൈവവചനം നമുക്ക് എന്താ ഇവിടെ മനസ്സിലാകുന്നത്? അതായത് സ്വർഗവും നരകവും ഉണ്ട്, അത് വ്യക്തമാണ്. ദൈവവചനം അനുസരിച്ചില്ലെങ്കിൽ നരകം ഉറപ്പാണെന്നും മനസ്സിലാക്കി തരുന്നു ഈ വചനത്തിൽ കൂടെ. ഇവിടെ മരണത്തിനു ശേഷം ജീവാത്മാവിന് വിധി അനുഭവപ്പെടുന്നു. സ്വർഗവും നരകവും ഉണ്ട് എന്ന് വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുമ്പോൾ നമ്മളിത് അശ്രദ്ധപരമായിട്ട് പോകാൻ പാടില്ല. കാരണം നമ്മുടെ ജീവാത്മാവ് വളരെ വളരെ വില ഉയർന്നതാണ്. ഈ മത്തായി 25-ാം അധ്യായത്തിൽ 46-ാം വചനം കൂടെ നമുക്ക് നോക്കാം. ഇവർ ശാശ്വത ശിക്ഷയിലേക്ക് പോകുന്നു. ദൈവത്തിൽ നിന്നും ആത്മാവ് നിത്യമായി വേർപിരിഞ്ഞ് നരകത്തിൽ പോയാൽ അവിടെ നിന്ന് തിരിച്ചു വരാൻ കഴിയുകയില്ല. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് മാനസാന്തരപ്പെട്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നമ്മൾക്ക് സ്വർഗം അവകാശമാക്കുകയുള്ളൂ. ഇപ്പോൾ നാം ദൈവവചനം വായിക്കുമ്പോഴോ ഏതെങ്കിലും ഒരു ദൈവദാസരുടെ പ്രസംഗം കേൾക്കുമ്പോഴോ നമ്മൾക്ക് ഈ കാര്യം മനസ്സിലാക്കാതെ നമ്മൾ അശ്രദ്ധപരമായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഈ ഭൂമിയിൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ ഈ ഭൂമിയിൽ നിരന്തരമല്ല. ഒരുവൻ്റെ ജനനവും മരണവും ഏത് സമയമെന്ന് ആർക്കും പ്രവചിക്കാനോ പറയുവാനോ ആർക്കും കഴിയുകയുമില്ല. അപ്പോൾ ഏത് സമയം നമ്മളിവിടെ തയ്യാറായിരിക്കണം. നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മരിച്ചുപോയ 3 വ്യക്തികളെ അവിടെ നമ്മൾ കാണുന്നത്. ഒന്ന് അബ്രഹാത്തിൻ്റെ മടിയിലിരിക്കുന്ന ലാസർ. അടുത്തത് മൂന്നാമത്തത് ധനവാൻ, അവന് മരിച്ചുപോയി. ഈ 3 പേരെ കാണുന്നെങ്കിൽ 2 പേരുടെ സംഭാഷണമാണ് നാം കേട്ടത്, വചനത്തിൽ കൂടെ കേട്ടത്. അപ്പം അവരുടെ ആത്മാവിന് ബോധമുണ്ട്. അപ്പം അവർ മരിച്ചിരിക്കുന്നു. പക്ഷേ അവരുടെ ആത്മാവിന് നമ്മളിത് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. കാരണം അവരുടെ ആത്മാവിന് ബോധമുള്ളത് കൊണ്ടിട്ടാണ് അവർ മുൻപേയുള്ള കാര്യവും ജീവിച്ചിരിക്കുന്ന കാര്യവും എല്ലാം അവർ പറയുന്നത്. അപ്പം അവർക്ക് കാണുന്നുണ്ട്. ധനവാന് നരകത്തിലിരുന്നപ്പോഴും ധനവാന് സ്വർഗത്തിൻ്റെ കാര്യം, അതായത് അബ്രഹാത്തിൻ്റെ മടിയിലിരിക്കുന്ന ലാസറെ കാണുന്നുണ്ട്. ധനവാന് അവന് ദാഹം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കൈയുടെ വിരൽത്തുമ്പിൽ തൊട്ട് ഒരു തുള്ളി ജലം തരണമെന്ന് അപേക്ഷിക്കുന്നത്. ഇവിടെ അത് മാത്രമല്ല, ധനവാൻ അബ്രഹാത്തെ പിതാവേ എന്നവിടെ വിളിക്കുകയാണ്. പിതാവേ എന്ന് വിളിക്കുകയാണെങ്കിൽ അപ്പോൾ അബ്രഹാമുമായിട്ട് എന്തോ ഒരു ബന്ധം, അതായത് ഒരു ബന്ധം ഉണ്ടല്ലോ. അതായത് അബ്രഹാമും മകനെ എന്നവിടെ സംബോധന ചെയ്യുകയാണ്. അപ്പം ധനവാൻ ദൈവത്തിൻ്റെ മകനായിരിക്കുന്നെന്നാണ് ഇതിൻ്റെ അർത്ഥം ഇവിടെ വരുന്നത്. എന്നാൽ എന്തുകൊണ്ട് അവൻ നരകത്തിലേക്ക് പോകാൻ ഇടയായി മാറിയത്? അപ്പം ധനവാന്റെ പടിവാതിൽ ആയിരുന്നല്ലോ പാവപ്പെട്ട ലാസർ. അപ്പം ഏതെങ്കിലും ഒരു പൈസക്കാരൻ്റെ
പടിവാതിൽക്കലോ വീട്ടിൻ്റെ മുൻപിലോ ഗേറ്റിൻ്റെ മുൻപിലോ വാതിൽക്കലോ ഒരു ദരിദ്രനെയോ ഒരു ഭിക്ഷക്കാരനെയോ ഒരു രോഗിയോ ആരും ഇരുത്തത്തില്ല. എന്നാൽ ഇവിടെ ധനവാന്റെ പടിവാതിൽക്കൽ ലാസറിനെ ഇരുത്തുവാൻ വേണ്ടി ധനവാൻ അനുവദിച്ചിരിക്കുന്നു. കാരണം അവൻ്റെ ഭക്ഷണമേശയിലെ എച്ചിലുകൾ ഭക്ഷിക്കുവാൻ ലാസറിന് അനുവദിച്ചിരുന്നു. ഇത് വലിയൊരു കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ധനവാൻ സമ്പന്നനായതുകൊണ്ടൊന്നും അല്ല സ്വർഗത്തിലേക്ക് അവൻ പോകാതെ നരകത്തിലേക്ക് പോകാൻ കാരണമായത്. ഈ ധനവാൻ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചത് കൊണ്ടായിരിക്കുകയുമല്ല മരിച്ചപ്പോൾ പാതാളത്തിൽ പോവാൻ കാരണം. അവൻ അവിടെ സൽപ്രവൃത്തി ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ അവൻ ധനവാനായിരുന്നിട്ടും തൻ്റെ പടിവാതിൽക്കൽ രോഗം പിടിച്ചിരുന്ന ഒരു മനുഷ്യനായ ലാസറിനെ അവൻ കണ്ടിട്ടും അവൻ്റെ സമ്പത്ത് കൊണ്ട് അവൻ കരുണ കാണിച്ചില്ല. അവൻ്റെ രോഗത്തെ ചികിത്സിക്കാനോ നല്ല വസ്ത്രം ലാസറിന് കൊടുക്കുവാനോ അവൻ തയ്യാറായില്ല. അവൻ്റെ ഭക്ഷണം ലാസറിന് പകർന്നു നൽകാൻ ധനവാൻ തയ്യാറായില്ല. അപ്പം ധനവാൻ അവൻ്റെ സന്തോഷവും സുഖവുമാണ് അവൻ അന്വേഷിച്ചിരുന്നത്. അപ്പം ദരിദ്രനെ സഹായിക്കേണ്ട സമയത്ത് അവന് സഹായിക്കാൻ സാധിച്ചില്ല. അപ്പം അതാണ് ഇവിടെ സംഭവിച്ചത്. ധനവാൻ അവൻ്റെ പണമോ ഐശ്വര്യമോ കൊണ്ടൊന്നുമല്ല അവൻ നരകത്തിലേക്ക് പോകാൻ കാരണമായത്. നമ്മൾ മത്തായി 25-ാം അധ്യായത്തിൽ 41-ാം വചനം നമുക്കെടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു വചനം പറയുന്നു, ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജീകരിച്ചിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനായും ദാഹിക്കുന്നവനായും പരദേശിയായും നഗ്നനായും രോഗിയായും കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നത് എപ്പോഴാണ്? അപ്പോൾ യേശു അവിടെ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവർക്ക് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിത്യശിക്ഷയിലേക്ക് പോകുക, നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കുക എന്ന്. ഹല്ലേലൂയ. നാം ഇവിടെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ആ നന്മയായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ദൈവരാജ്യം നമ്മിൽ നിന്ന് ദൂരോട്ട് പോവുകയാണ്. നിത്യജീവൻ നമ്മിൽ നിന്ന് അകന്നു മാറുകയാണ്. ദൈവം നമ്മെ അകറ്റുന്നതല്ല, നമ്മുടെ പ്രവൃത്തിയെ നമ്മെ അകറ്റുകയാണ്. ഈ ലോകവും ഇതിൻ്റെ സമസ്തവും മാറിപ്പോകും. എന്നാൽ ദൈവവചനം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇരിക്കുന്ന വചനങ്ങൾക്ക് ഒരിക്കലത് മാറ്റം സംഭവിക്കില്ല, അത് മാറിപ്പോകുകയില്ല. അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം ഉണ്ടാവില്ല എന്ന് ദൈവം പറയുന്നു. അപ്പം എന്താണ് ഇവിടെ ജീവാത്മാവെന്ന് പറയുന്നത്? ജീവാത്മാവിന് അത്രമാത്രം എന്താണ് ഇവിടെ വില? 1 തെസ്സലോനിക്കയിൽ 5:23 പറയുന്നു, ഒരു മനുഷ്യന് ദേഹം ദേഹി ആത്മാവ് ഉണ്ടെന്ന്. ഇത് മൂന്നും അവികലവും പരിപൂർണവുമായി ഇരിക്കട്ടെ എന്ന് ദൈവം പറയുന്നു. അപ്പം നമ്മുടെ ജീവൻ അല്ലെങ്കിൽ മനസ്സ് അല്ലെങ്കിൽ സോളെന്ന് പറയും. ഈ സോളെന്ന് പറയുന്നത് വിചാരങ്ങളും വികാരങ്ങളും ഇച്ഛാശക്തിയും ഉൾക്കൊള്ളുന്ന ഒരു സോളാണ്. ഈ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വികാരങ്ങൾ നിറഞ്ഞ ഒരു മനസ്സാണ് ഓരോ വ്യക്തിക്കുമുള്ളത്. ആത്മാവ് എന്ന് പറയുന്നത് ജീവശ്വാസമാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ചിന്തകളെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിച്ചില്ലെങ്കിൽ അതിലിങ്ങനെ നമ്മളെ വീട് ഓരോ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്ത്, അതായത് കുപ്പയൊക്കെ ഒന്ന് അഴുക്കെല്ലാം തൂത്ത് മാറ്റി നമ്മൾ പോകുന്നത് മാതിരി തന്നെ ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ശുദ്ധീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനമായി തീരും.
കാരണം നമ്മുടെ വീട് നമ്മൾ നല്ല അഴകായിട്ട് വീട് വെച്ചിരിക്കുന്നു, പക്ഷേ വീട്ടിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ല. നമ്മുടെ കുപ്പകൾ കിടക്കുന്നു. ആ കുപ്പ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആ വീട് എത്രമാത്രം ആ കുപ്പ കൂടെ അത് ആ ഭവനം വൃത്തികേടായിട്ട് പോകും. അതുപോലെ നമ്മുടെ ഹൃദയം കഠിനമായി തീരും. നാം ആരാണെന്ന് നമ്മൾക്കപ്പോഴും മനസ്സിലാവത്തില്ല. നമ്മൾ ചെയ്യുന്നത് തന്നെ എല്ലാം ശരിയെന്ന് നമ്മൾ മനസ്സിലാക്കും. കാരണം നമ്മുടെ ഹൃദയം നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ കഠിനതയുണ്ടോ എന്ന് നമുക്കറിയില്ല, അറിയാതെ പോകുന്നതാണ്. കാരണം സൽപ്രവൃത്തി ചെയ്യാൻ അപ്പോഴും നമുക്ക് കഴിയില്ല. എപ്പോഴും എനിക്ക് സമ്പാദിക്കണം, ഞാൻ ഉണ്ടാക്കണം, എൻ്റെ കുടുംബത്തിനുണ്ടാക്കണം, എൻ്റെ കുടുംബം സന്തോഷമായിരിക്കണം, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റേതെന്നുള്ള ആ ചിന്തയൊക്കെ കഠിന ഹൃദയമായി നമുക്ക് പോകും. അപ്പം ഹൃദയം മനസ്സും നമ്മൾക്ക് എപ്പോഴും കരുണയുള്ളതായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. നാം ചെയ്യുന്ന പ്രവർത്തികൾക്കനുസരിച്ചാണ് സ്വർഗവും നരകവും, അതായത് നിത്യജീവനും നിത്യമരണവും കിട്ടുന്നത്. ദൈവത്തിൽ നിന്നും പൂർണ്ണമായി നാം മാറിപ്പോകുന്ന അവസ്ഥയെയാണ് നിത്യ മരണമെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ആ സോള്, ആ ജീവാത്മാവ് മരിച്ചു പോകുന്നതിനെ അല്ല പറയുന്നത്. ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് മാറിപ്പോകുന്ന അവസ്ഥയാണ്. ഈ സോളിന് മരണം ഇല്ല, പക്ഷേ ബോധം നമ്മൾക്കുണ്ട്. നമ്മൾ നരകത്തിൽ കിടന്നാലും സ്വർഗത്തിൽ കിടന്നാലും എല്ലാവർക്കും എല്ലാം അറിയാം. നമ്മൾ വിചാരിക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ കൂടാരമായി, ഇതൊരു മൺകൂടാരമാണ് നമ്മുടെ ശരീരം, ഇതിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മൾക്കൊന്നും അറിയില്ലെന്ന്. പക്ഷേ ഇതിൽ നിന്ന് മാറിപ്പോകുമ്പോൾ എല്ലാം അറിയാൻ പറ്റും. നിത്യജീവനിൽ പോയവർ ദൈവത്തിൻ്റെ കൂടെ സന്തോഷിക്കുന്നു. നിത്യമരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് മാറി സോള് നിത്യ അഗ്നിയിൽ കിടന്ന് വേദനപ്പെടുന്ന അവസ്ഥയാണ്. അപ്പം ഈ സോളിന് ഒരിക്കലും ആശ്വാസം കിട്ടാത്ത അവസ്ഥയാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നന്മപ്രവർത്തികൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മളുടെ ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടുമാറി കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മനുഷ്യ ജീവൻ്റെ പ്രധാനവുമായ കാര്യം തന്നെ നമ്മുടെ സോള്, നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുക എന്നാണ്. കാരണം അതിന് മരണം ഒരിക്കലും ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ കൂടെ സന്തോഷമായിട്ടുള്ള ഒരു ജീവിതമാണ് അതിന് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന അല്പം നന്മകൾ അത് നമ്മൾക്ക് അനുഗ്രഹമായി മാറും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഈ വചനങ്ങൾ കേട്ടിട്ട് തള്ളിക്കളയാതെ സ്വന്തം ജീവനെ കാക്കുക. ഈ ഭൂമിയിലെ സമ്പത്ത് ഒരിക്കലും നമ്മളെ രക്ഷിക്കില്ല. നമ്മുടെ കൂട്ടുകാരോ, നമ്മുടെ ആളോ, നമ്മുടെ പടയോ, നമ്മുടെ ആയുധങ്ങളോ, നമ്മുടെ കാറുകളോ, വസ്തുവകളോ, വലിയ ബംഗ്ലാവുകളോ, വീടുകളോ, ഏതൊരു സംഗതിയും ദൈവരാജ്യത്തിലേക്ക് ആത്മാവിന് പ്രവേശനത്തിന് ഉപകരിക്കത്തില്ല. ഒരിക്കലും അത് ഉപകരിക്കത്തില്ല എന്ന് നിങ്ങൾ കുറച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലാവും. അപ്പോൾ സ്വന്തം പാപമായ ചിന്തകളെ, ആ ചിന്തകൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ച് നിർമ്മലമാക്കുക. ആരും നമ്മൾ അതായത് നമ്മളിപ്പോൾ ഞാൻ പറയുന്നു ഞാൻ ഭയങ്കര പെർഫെക്റ്റ് എന്ന്. നോ, എല്ലാവരും പാപികൾ തന്നെയാണ്. ഞാനിരുന്ന കാലത്തിൽ ഞാൻ ഭയങ്കര ദേഷ്യക്കാരി സ്വഭാവം, ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ ദൈവത്തിലേക്ക് ഞാൻ എടുത്തപ്പോൾ ദൈവവചനം വായിച്ച് മുമ്പേയൊക്കെ ദൈവവചനം വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവത്തില്ല. ദൈവവചനം വായിച്ചാലും ഞാൻ ആ ദൈവവചനം ഞാൻ ഫോളോ ചെയ്യത്തില്ല. അത് ഫോളോ ചെയ്യണമെന്ന് ശരിക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു. കൂടുതൽ ദൈവത്തിലേക്ക് അടുത്തപ്പോഴും ദൈവം പതുക്കെ ശുദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോൾ തെറ്റും ശരിയും എനിക്ക് മനസ്സിലാക്കാനും എൻ്റെ ഹൃദയത്തെയും എൻ്റെ പ്രവർത്തികളെയും എല്ലാം ഞാൻ മനസ്സിലാക്കി അതിനെല്ലാം ഒന്നൊന്നായിട്ട്, അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, അതൊരു പ്രോസസ്സിംഗ് ആണ്. അത് ഒന്നൊന്നായിട്ട് കഴുകിയാണ് ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ഈ ഭൂമിയിൽ പാപകരമായ ലോകത്തിലിരിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ പ്രതികൂലവും പ്രതിസന്ധിയൊക്കെ വരുന്നുണ്ട്. അപ്പം മാലിന്യങ്ങൾ ഏറ്റുകൊണ്ട് തന്നെ ഇരിക്കുക. ആ മാലിന്യങ്ങളെ നീക്കി മുന്നോട്ട് പോകുകയാണ് ദൈവത്തിൻ്റെ ഗീതമേ അതാണ്.
അപ്പം അങ്ങനെയാണ് നമ്മളെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ കർത്താവ് നിങ്ങൾക്ക് നിറയെ സമ്പത്ത് നൽകിയിരിക്കാം. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. സമ്പത്ത് ഒരു തെറ്റായ കാര്യമല്ല, ദൈവ അനുഗ്രഹമാണ്. സമാധാനം ദൈവ അനുഗ്രഹം, ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് ദൈവത്തിൻ്റെ കരുണയാൽ നമ്മൾക്ക് കിട്ടിയതാണെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം. അതിൽ നിങ്ങൾ പ്രൈഡോ അഹന്തതയോ അഹങ്കാരമോ നമ്മുടെ സ്ഥാനമാനങ്ങൾ വലിയ കാറിൻ്റെയോ വലിയ ബംഗ്ലാവിൻ്റെയോ ആഭരണങ്ങളുടെയോ ഒരു ഇത് കാണിക്കാൻ പാടില്ല. എനിക്കെല്ലാം ഉണ്ട് അവർക്കൊന്നും ഇല്ലല്ലോ, അങ്ങനത്തെ ചിന്തകളൊന്നും ചിന്തിക്കാതെ നമ്മൾക്ക് കിട്ടിയത് ദൈവം തന്ന ഗിഫ്റ്റാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. കാരണം ഈ ഭൂമി ഇതിലെ സകലതും ദൈവത്തിൻ്റെതാണ്. അപ്പം ദൈവം നമ്മൾക്ക് തരുന്ന സമ്മാനമാണിതെല്ലാം. അതിനെ എളിമയോടും താഴ്മയോടും നമ്മളും അനുഭവിച്ചിട്ട് മറ്റുള്ളവർക്കും നമ്മൾ തക്ക സമയത്തിൽ അതിൻ്റെ ആർക്ക് അവകാശം കൊടുക്കണമെന്ന് ദൈവം വിചാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ പറയുന്നു, അവർക്ക് തക്ക സമയത്ത് നിങ്ങൾ നന്മകൾ ചെയ്യുക. ഇപ്പം സമ്പന്നരെയും ദരിദ്രരെയും നീതിമാനെയും പാവികളെയും എല്ലാം ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ തന്നെയാണ്. ആരെയും ദൈവം ഒരിക്കലും അകറ്റി നിർത്തില്ല. ഏതെങ്കിലും ഒരു പാവിയായ മനുഷ്യൻ തന്നെ ഇന്നല്ലെങ്കിൽ നാളെയെങ്കിൽ എൻ്റെ മകൻ തിരിച്ചു വരും, എൻ്റെ മകൾ തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുന്ന കരുണാമയനായ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം ചിലർ എത്ര പറഞ്ഞാലും അനുസരിക്കാത്തവരായിരിക്കും. വിട്ടുകളയാതെ അവരോട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരോട് കർത്താവ് കരുണ കാണിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സമ്പത്തിൽ നിന്നും അധ്വാന ഫലത്തിൽ നിന്നും കൈതൂക്കി മുകളിലേക്ക് ഉയർത്തുവാൻ കഴിയാതിരിക്കുന്ന പാവങ്ങളെ നിങ്ങൾ സഹായിക്കുക. അങ്ങനെ നിങ്ങൾ ദാനധർമ്മം ചെയ്യുക. പാവികളെ ദൈവം ഒരിക്കലും വെറുക്കുന്നില്ല. അപ്പോൾ നമ്മളും വെറുക്കുവാൻ നമ്മൾക്ക് അവകാശമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാറ്റത്തിന് വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം കർത്താവ് എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. യേശയ്യാ 33:14 പറയുന്നു, സിയോനിലെ പാവികൾ അവർക്ക് ദൈവത്തെ അറിയാം, പക്ഷേ ഉദാസീനമായി ദൈവവചനം തള്ളിക്കളയുകയും അനുസരിക്കാതിരിക്കുകയും അവർ ചെയ്യും. ഇവരെയാണ് സിയോനിലെ പാവികളെന്ന് പറയുന്നത്. അപ്പം അത് യെശയ്യാ 33:14. ഹൃദയത്തിലെ പാവം പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് അവർക്ക്. ഇവർ ദൈവാലയത്തിൽ പോവും, ആരാധിക്കും, പ്രാർത്ഥിക്കും, വചനം വായിക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഇവർ ചെയ്യേണ്ട ക്രിയകൾ ചെയ്യില്ല. നമ്മൾ ചെയ്യേണ്ട ക്രിയ ചെയ്യാതെ ഇരിക്കുന്നത് പാവമാണ്. നമ്മൾ ചെയ്യേണ്ട ക്രിയകൾ ചെയ്യണം. നമ്മൾ ദൈവവചനത്തിന് അനുസരിക്കണം. അപ്പം ദേവാലയത്തിൽ പോയിട്ടും ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് മാറാതിരിക്കുന്ന എത്രയോ പേരുണ്ട്. നമുക്ക് പിതാവ് ഒരുവൻ മാത്രമേ ഉള്ളൂ. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അതിലെ സകലത്തെയും സൃഷ്ടിച്ചവനായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അവൻ സ്വന്തം ജീവനെ ബലിയാക്കി തന്ന സ്നേഹനിധിയായ ഒരു നല്ല അപ്പനാണവൻ. ആ പിതാവിനെയും അവൻ്റെ വചനത്തെ നമുക്ക് പിൻപറ്റാം. അപ്പം ഇവിടെ ഹൃദയ ശുദ്ധീകരണം, ദൈവമക്കൾ എങ്ങനെ ജീവിക്കണം, അത് എന്തിനാണ് ഹൃദയം ശുദ്ധീകരിക്കേണ്ടത് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പം ദൈവവചനങ്ങളും ദൈവകൽപ്പനകളും നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ദൈവത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയായിട്ടാണ്. യെശയ്യാ 29 ഞാൻ എല്ലാം വചനത്തിനുള്ളിലാണ് പറയുന്നത്. വചനത്തിന് പുറത്തായിട്ടോ എൻ്റെ സ്വന്തം കാര്യങ്ങളോ അല്ല പറയുന്നത്. എല്ലാം വചനത്തിനുള്ളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കർത്താവ് അരുൾ ചെയ്യുന്നു, യെശയ്യാ 29:13, കർത്താവ് അരുൾ ചെയ്തു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും ആദരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്നും അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനപ്പാടമാക്കിയ മനുഷ്യ നിയമമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം പറയുന്നത് കാണുന്നുണ്ടോ? അപ്പം ദൈവത്തിനോടുള്ള ഭക്തി ഇവരുടെ നാവ് കൊണ്ട് പറയുന്നു, ഇവരുടെ വായിലെ വാർത്ത കൊണ്ട് പറയുന്നു. പക്ഷേ ഇവരുടെ ഹൃദയം, ദൈവം എപ്പോഴും ഹൃദയം, നമ്മുടെ ഉള്ളം, നമ്മുടെ മനസ്സിനെയാണ് ദൈവം എപ്പോഴും നോക്കുന്നത്. അപ്പം നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? ഹൃദയത്തെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി വൃത്തിയാക്കുക. അതിലെ മാലിന്യങ്ങൾ
എല്ലാം മാറ്റുക. നമ്മുടെ പാവങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നിന്നാണ്. നമ്മുടെ വായിലെ വാക്കുകൾ എപ്പോഴും ദൈവവചനം പറയുന്നു, നിന്റെ വായിലെ വാർത്തകൾ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്, വെളിയിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്നതല്ല. നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് നമ്മളെ പാപമാക്കി മാറ്റുന്നു. അപ്പം അതിലെ മാലിന്യങ്ങളെ നമ്മളെപ്പോഴും യേശുവിൻ്റെ രക്തത്താൽ കഴുകിക്കളയണം. യേശുവിൻ്റെ ജീവജലത്താൽ കഴുകിക്കളഞ്ഞ് നമ്മളെ പരിശുദ്ധമാക്കി നമ്മൾ ശുദ്ധീകരിക്കണം. അപ്പം വചനം വായിച്ച് മറന്നു പോകാതെ അതനുസരിച്ച് ജീവിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുക. കർത്താവിൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇനി നിങ്ങൾ പറയൂ, ഒരു ആത്മാവിൻ്റെ വിലയായി ഭൂമിയിൽ എന്ത് തൂക്കി വിൽക്കാൻ നമ്മൾക്ക് പറ്റും? ചിന്തിക്കുക. ഒരിക്കലും മരണമില്ലാതെ ആത്മാവ് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ജീവിക്കണമോ, അതോ ഭൂമിയിലെ അനുഗ്രഹം മാത്രം കൊണ്ട് തൃപ്തിയായി നരകീയ ജീവിതം മതിയോ? ചിന്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതുക. സ്വർഗീയ ജീവിതമാണെങ്കിൽ ആമേനെന്ന് ടൈപ്പ് ചെയ്യുക. കർത്താവ് നിങ്ങളുടെ ആഗ്രഹം കാണട്ടെ. ദൈവം നിങ്ങളെ അതിനായി ഒരുക്കും. സോൾ, ജീവൻ, സോൾ എന്ന് പറഞ്ഞാൽ സോൾ എന്ന് പറയാം, ഇല്ലെങ്കിൽ ജീവൻ എന്ന് പറയാം, ഇല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയാം. എന്നത് മനുഷ്യൻ്റെ വ്യക്തിത്വമാണ്. ഇതിൽ ഉൾപ്പെടുന്നത് മൈൻഡ്, മനസ്സെന്ന് പറഞ്ഞ മൈൻഡാണ്, അവൻ്റെ വികാരങ്ങളാണ്. ഇമോഷൻ എന്ന് പറയാം നമ്മൾ. ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലാണ്. അപ്പം ഈ ജീവിതമാണ് സന്തോഷിക്കുന്നത്. അപ്പം ഈ വില്ല്, ഈ നമ്മുടെ ഈ സോളാണ് നമുക്ക് സന്തോഷം തരുന്നതും ദുഃഖിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം ഈ സോളാണ്. അതായത് നമ്മുടെ പ്രാണനാണ്, അതായത് ജീവൻ. അപ്പം ഈ തീരുമാനങ്ങളെടുത്ത് ദൈവമക്കളായി നിങ്ങൾ പുതിയ ഒരു വ്യക്തിയായിട്ട് മാറുക. ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ 7-ാം വചനം തന്നെ പറയുന്നു, ദൈവം മനുഷ്യനിൽ ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവാത്മാവായി മാറി. ഹൃദയം ശുദ്ധീകരിച്ച് ദൈവവചനം വായിച്ചാൽ മാത്രമേ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട് വരത്തുള്ളൂ. കാരണം നമ്മൾക്കറിയില്ല, ഇപ്പം നിങ്ങളൊരു മെസ്സേജ് കേട്ടു, നിങ്ങളിപ്പോൾ ചിലവർ അത് എടുക്കും, ചിലവർ അത് അലസതയോടെ കളയും. പക്ഷേ ദൈവവചനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. അതുകൊണ്ട് ദൈവവചനം ദിനംതോറും നിങ്ങൾ വായിച്ച് നിങ്ങളുടെ ആത്മാവിന്, നിങ്ങളുടെ ശരീരത്തിന് ആഹാരം കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ ആത്മാവിന് ആഹാരം കൊടുക്കുക. കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് ഈ ഹൃദയ ശുദ്ധീകരണത്തിനുള്ള ശുശ്രൂഷ. ഞാൻ 2013 ഞാനൊരു ബുക്ക് പബ്ലിഷിറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ ഹെഡിങ് തന്നെ ഇതോ കർത്താവിൻ്റെ ദിവസം എന്നാണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ, അതിൻ്റെ ഉള്ളടക്കം തന്നെ ദൈവത്തിലേക്ക് ഹൃദയത്തെ ഒരുക്കുന്നതും ക്രിസ്തുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ചും യേശുവിൻ്റെ വരികയ്ക്ക് ആത്മാ തയ്യാറാകുന്ന കാര്യമാണ് ആ ബുക്കിൻ്റെ മെയിൻ സബ്ജക്റ്റ്. അപ്പം ഈ ശരീരം നമ്മുടെ കൂടാരം വിട്ട് മാറിപ്പോയാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സമ്പത്തുകളോ പൊന്നോ വെള്ളിയോ ഒരിക്കലും നമ്മളെ രക്ഷിക്കില്ല. ഇതാര് കൊണ്ടുപോകുമെന്ന് ആദ്യം ചിന്തിക്കുക, താഴ്മപ്പെടുക. എല്ലാം നമ്മൾ മാനസാന്തരപ്പെട്ട് താഴ്മപ്പെട്ട് സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി മാറുക. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില എത്രയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഏറ്റവും ഈ ഭൂമി മുഴുവനും വിറ്റാലും ഒരു ആത്മാവിൻ്റെ വില ആകില്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. കാരണം ഒരു ആത്മാവ് വളരെ വളരെ വില ഉയർന്നതാണ്. ഈ ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ സാധിച്ചാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അതുകൊണ്ട് നമ്മൾക്ക് ഒരു പ്രയോജനവുമില്ല. ഗോഡ് ബ്ലെസ് യു.